ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്ലോത്ത് പെയിൻ്റ് ആണ്. ഇതാണ് നമ്മൾ റെഫറൻസ് പിക്ക്. ഈ പിക്ചർ ഞാൻ എടുത്തിട്ടുള്ളത് പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ. ഇതല്ലാതെ വേറെയും ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ആ പിക്ചർ ഒന്ന് ട്രേസ് ചെയ്ത് പേപ്പറിലോട്ട് വരച്ചിട്ടുണ്ട്. ട്രേസ് ചെയ്തല്ല, നമ്മൾ കൈ കൊണ്ട് വെച്ചത് തന്നെയാണ്. പിന്നെ നമ്മൾ രണ്ട് തരം കാർബൺ പേപ്പറാണ് ഉള്ളത്. ഒന്ന് യെല്ലോ കളറാണ് ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്ലൂ കളർ കാർബൺ പേപ്പർ എടുത്തിട്ടുള്ളത്. ബ്ലൂ കളർ കാർബൺ പേപ്പർ എടുത്ത് ആ ബ്ലൂ കളർ വരുന്ന രീതിക്ക് നമ്മൾ തുണിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ പിക്ചർ അതേപോലെ തന്നെ വരച്ചെടുക്കുമ്പോൾ അടിയിലൊക്കെ ട്രേസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നമുക്കിതൊക്കെ ഒന്ന് ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം ഇത് മാറ്റി കൊടുക്കുമ്പം അത് നീല കളറായിട്ട് വരും. മഞ്ഞ കളറാണ് ഒന്നും കൂടിയും നല്ലത്. കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം ഈ നീല കളറാകുമ്പോൾ വേറെ അറിയാൻ കഴിയും. മഞ്ഞ കളറാകുമ്പോൾ അങ്ങനെ അറിയൂല കേട്ടോ. പിന്നെ നമ്മൾ അതിന് യോജിയായിട്ടുള്ള ഒരു റിങ് എടുക്കണം. എൻ്റെ അടുത്ത് ചെറിയ റിങ്ങാണ്, എൻ്റെ അടുത്ത് വലിയ റിങ് ഉണ്ട്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെറിയ റിങ് എടുത്തിട്ടുള്ളത്. ഈ റിങ്ങിൻ്റെ അവിടെ ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പം ഞാൻ അവിടെ മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുത്ത ഇതാണ് അവിടെ കാണുന്നത്, അല്ല വേറെ ഒന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇത് റിങ് അതിൻ്റെ ഒരു പാർട്ട് അതിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം മുകളിൽ മറ്റേ പാർട്ടും വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ റിങ് ഇടുന്ന ഒരു മെത്തേഡ്. ഇതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്താലേ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷ് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെണീൻ്റെ ഇടയിൽ ഇതിങ്ങനെ കുണ്ടായി പോകും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മൾ വൈറ്റ് കളർ ജെസ്സോ എടുത്തിട്ടുണ്ട്, പെയിൻറ്റ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റൗണ്ട് ബ്രഷിൻ്റെ നമ്പർ 4 ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറ് മൊത്തമായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണേ. വൈറ്റാണ് നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത്, കാരണം ഇതിൽ കൂടുതലും വൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ യെല്ലോ കളർ എടുത്തിട്ട് ആ പെറ്റലിൻ്റെ ആ അറ്റത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന രീതിക്ക്, ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുന്ന രീതിക്ക് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഡാർക്കായിട്ടും ഇവിടെ ലൈറ്റായിട്ടും നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ക്ലോത്ത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഓറഞ്ച് കളറും കൂടിയും ഇതേ ഒരു ഇതിൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഒന്നും കൂടിയും ഒറിജിനാലിറ്റി തോന്നിക്കും കേട്ടോ. ഓറഞ്ചും സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ഓറഞ്ച് കുറച്ചെടുക്കുക, യെല്ലോയും കുറച്ചെടുക്കുക. വൈറ്റാണ് നമുക്ക് ഇതിലോട്ട് കൂടുതൽ വേണ്ടത്. അത് എലഫൻറ്റിന് ചെയ്യുമ്പോഴും വൈറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ പെറ്റൽസും ഇതേപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബാക്കിയുള്ള എല്ലാ പെറ്റൽസും ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തതിന് ശേഷം നമ്മളൊരു ബ്രൗൺ കളർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ പെറ്റലിലേക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഡാബ് ചെയ്തെടുക്കുമ്പം ഒരു പൂമ്പൊടിയൊക്കെ നിൽക്കുന്നൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എലഫൻറ്റിൻ്റെ ഇയറിങ്സാണ് ചെയ്യുന്നത്. അതും ഇതേപോലെ ഫുള്ളായിട്ട് വൈറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ റോസ് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് വൈറ്റ്, നല്ലതുപോലെ പിശുക്കാൻ തന്നെ പാടില്ല. പിന്നെ നമ്മൾ പിങ്ക് കളർ എടുത്തതിന് ശേഷം ആ പെറ്റലിൻ്റെ അവിടുന്ന് നല്ല ഡാർക്കായിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ലൈറ്റായിട്ടും കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ബ്രഷ് ഒന്ന് മാറ്റി ആ ബ്രഷ് കൊണ്ട് കയ്യണില്ല കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ പെറ്റലിൻ്റെ ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ട്, കാരണം പെറ്റലുള്ളത് കൊണ്ട് അവിടേക്ക് വെളിച്ചം തട്ടൂലല്ലോ. അപ്പോൾ വെളിച്ചം തട്ടാത്ത ഭാഗത്ത് ഡാർക്കും വെളിച്ചം തട്ടണ ഭാഗത്ത് ലൈറ്റ് കളറുമായിട്ടാണ് കേട്ടോ വരിക.
അതാണ് പെയിൻറ്റിങ്ങിന് ശ്രദ്ധിക്കാനുള്ള ഏക കാര്യം. അപ്പം പിന്നെ കുറച്ച് നമുക്കൊരു ഗ്രേ കളറ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറും എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത്തിരി എടുത്തിട്ടുള്ളൂ. അതെടുത്തതിന് ശേഷം ചെവിൻ്റെ കുറച്ച് പോർഷനിൽ മാത്രം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. കുറച്ചൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരു 0.0 ബ്രഷ് എടുത്തതിന് ശേഷം നമ്മൾ ചെവിൻ്റെ അവിടെ ഒരു 2 ലൈൻസ് ഇട്ടെടുക്കാം. ഇത് ആ പിക്ചറിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടെടുത്തത്. നമ്മൾ ചെവിൻ്റെ മറ്റേ ഭാഗം സ്കിൻ ടൈപ്പാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളവിടെ ഫുള്ളായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതും ബ്ലാക്ക് കളർ കുറച്ചും വൈറ്റ് കൂടുതലാണ് കേട്ടോ ഉള്ളത്. ബ്ലാക്ക് കളർ ഞാൻ ഇവിടെ കുറച്ചും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതും മറ്റേൻ്റെ പോലെ തന്നെ ആ അറ്റത്തുനിന്ന് കുറച്ച് ഡാർക്കായിട്ടും നടുഭാഗത്ത് കുറച്ച് ലൈറ്റായിട്ടും കേട്ടോ വരേണ്ടത്. അത് എവിടെ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ എന്തെങ്കിലും തടസ്സം ഉള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഡാർക്കായിരിക്കും, നമ്മൾ നീയൽ പോലെ. ഇനി നമ്മൾ എലഫൻറ്റിനെ ഫേസ് ചെയ്യുമ്പോഴും തന്നെയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ആ ഭാഗത്തേക്ക് കുറച്ച് ഡാർക്കായിട്ടും അല്ലാത്ത ഭാഗത്തൊക്കെ ലൈറ്റായിട്ടും. ഇത് എല്ലാ ഭാഗവും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ഈ എലഫൻറ്റിൻ്റെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഐയൊക്കെ വരുന്ന ഭാഗത്തിൽ, കണ്ണ് വരുന്ന ഭാഗത്ത് ലൈറ്റായിട്ടാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ആ എലഫൻറ്റിൻ്റെ ചുണ്ട് വരുന്ന ഭാഗത്തും തുമ്പിക്കൈ വരുന്ന ആ ഭാഗത്തൊക്കെ ലൈറ്റ് കളറും ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഡാർക്ക് കളറായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഇതിങ്ങനെ കുറച്ച് ആക്കിയിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ മൊത്തത്തിൽ വൈറ്റ് കൊടുത്തതിന് ശേഷം ഡാർക്ക് കൊടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പോർഷൻസൊക്കെ ഉണങ്ങിയിട്ട് പിന്നെ ഒന്നിനും പറ്റാത്ത കോലത്തിലാകും. അതാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം വൈറ്റ് കൊടുത്ത് കുറച്ച് അങ്ങനെ ചെയ്യുന്നത്. കണ്ണും പുരികമൊക്കെ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നുള്ളത്. പിന്നെ ആ വായൻ്റെ പോർഷനും തുമ്പിക്കൈ കഴിഞ്ഞിട്ടുള്ള ആ ഭാഗമൊക്കെ ഞാൻ ഇതേപോലെ തന്നെ ബ്ലാക്ക് വെച്ചിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ സൈഡിൽ കൂടെ ഒക്കെ കുറച്ച് ബ്ലാക്ക് വെച്ചിട്ട് ഡീറ്റെയിലിങ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ.
ഹസ്ബൻഡ് എൻ്റെ ബോഡി വന്നപ്പോൾ ചെറുതായിട്ടൊരു കളത്തരം കാട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മൊത്തത്തിൽ വൈറ്റ് കൊടുത്തതിന് ശേഷം അവിടെ കുറച്ച് ഈച്ച ബ്ലാക്ക് ആക്കിയാണ് നല്ലോണം കൊടുത്തതിന് ശേഷമാണ് ലാസ്റ്റാണ് ഞാൻ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ചൊരു ഡാർക്ക് ഗ്രേ ആക്കിയിട്ട് ഞാൻ ഡീറ്റെയിലിംഗ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഞാനിപ്പം ഈ പറഞ്ഞ മെത്തേഡും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ തന്നെ ഷെയ്ഡ് ചെയ്ത് വരാം കേട്ടോ. ഇനി നമ്മൾ ആ കാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് ഗ്രേ കളർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നെയിൽസാണ് കേട്ടോ വരക്കേണ്ടത്. അതും ബാക്കിയുള്ള ഭാഗമൊക്കെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് പിങ്ക് വെച്ചിട്ട് ആനക്കുട്ടിക്ക് ചെറുതായിട്ട് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ബ്രഷ് കൊണ്ട് ചെയ്തതിന് ശേഷം ശരിയായിട്ടാണ് ഞാൻ കൈ വെച്ചിട്ട് ചെയ്തത്. നമ്മൾ ആനക്കുട്ടിക്ക് നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അയച്ചതിന് ശേഷം ചെയ്യാത്ത ഭാഗത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇനി ഇവിടെ ചെറിയ ഒരു റിങ്ങാണ് എടുക്കുന്നത് കേട്ടോ. ഇത്ര വലുത് വേണമെന്നില്ല, ഞാൻ ഇപ്പോൾ അതിൻ്റെ കുറച്ച് ചെറുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും ചെയ്യാൻ. എനിക്ക് പറയാനുള്ളത് റിങ് ഇടുമ്പം നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കണം, നല്ല നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഫിനിഷ് കിട്ടാനുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ ആ തുമ്പിക്കൈൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. കണ്ടിട്ട് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ടർഫ്ലൈൻ്റെ ഒരു ബ്ലാക്ക് കളർ പോർഷൻ ഇപ്പം ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ആ ഒരു പിന്നെ നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എലഫൻറ്റിൻ്റെ ഇയറിങ്സും ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ വൈറ്റ് കളർ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം പിങ്ക് കളർ വെച്ചിട്ട് അടിയിൽ നിന്ന് വലിച്ച് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മുകൾക്ക് ലൈറ്റും താഴത്ത് ഡാർക്ക് കളറായിട്ടും നിൽക്കും. ഇതേപോലെ എല്ലാ ചിറകുകളും ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ആ റൗണ്ടിൻ്റെ അവിടെ കുറച്ച് ഡാർക്കായിട്ടും അടിക്ക് വരുമ്പോൾ കുറച്ച് ലൈറ്റ് ആക്കിയിട്ടും ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇതും എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെഹന്തി ഒക്കെ ഇടുമ്പോൾ ഒരു റാറാറ പോലത്തെ ഒരു ഡിസൈൻ ഇടില്ലേ, ആ ഡിസൈൻ തന്നെ ഇതിലൊന്ന് വരച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളത് ഈ ഭാഗം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിങ് ഊരി മറ്റേ ആ ടെയിലില്ലേ എലഫൻറ്റിൻ്റെ ടെയിലിൻ്റെ ഭാഗത്തേക്ക് ഇടാം കേട്ടോ. അവിടെയും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എലഫൻറ്റ് റെഡി ആവും കേട്ടോ. ടെയിലും ചെയ്യലും ഇതേ മെത്തേഡ് തന്നെയാണ്, അതിനും പ്രത്യേകിച്ച് വലിയ മെത്തേഡൊന്നുമില്ല. പിന്നെ ഉള്ളത് ആ ബാക്ക് ഭാഗത്ത് ആ ടെയിൽ തുടങ്ങുന്ന ഭാഗത്ത് കുറച്ച് ഡാർക്കാക്കി കൊടുക്കണം. പിന്നെ ഈ ടെയിലിൻ്റെ ഹെയറും നല്ലോണം ലൈറ്റ് കളർ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പിങ്ക് കളർ വെച്ചിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തുമ്പ് എന്ന രീതിക്ക് ആ ടെയിലിൻ്റെ അവിടെ വൈറ്റ് കളർ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ തുമ്പത്തുനിന്ന് നമ്മൾ ബ്ലൂ കളർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടിയിൽ നിന്ന് വീണ്ടും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ വെക്കുന്നത് നമ്മൾ. അതൊരു ജസ്റ്റ് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന എലഫൻസിൻ്റെ വാലൊക്കെ അതേപോലെയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. നമ്മളെ എലഫൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. നാളെ കാണുന്നവരെ ബൈ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.